Hello students, today we can discuss from our third chapter which is placement. So today we are going to discuss about training. So എന്താണ് training? So ഇവിടെ ഒരു definition കൊടുത്തിട്ടുണ്ട്. ഈ ഒരു definition തന്നിരിക്കുന്നത് എഡ്വിൻ ബി ഫ്ലിപ്പോ ആണ്. According to Edwin B. Flippo, training is the act of increasing the knowledge and skills of an employee for doing a particular job. അപ്പോൾ ഈ ഒരു ഡെഫിനിഷൻ അനലൈസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ട്രെയിനിങ് എന്ന് വെച്ചാൽ എന്താണ് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു എംപ്ലോയിയുടെ നോളജും സ്കിൽസും ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ നോളജും സ്കിൽസിനും എന്തിനു വേണ്ടിയിട്ടായിരിക്കാം? ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ആ ഓർഗനൈസേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് എഫക്റ്റീവായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു ട്രെയിനിങ് കൊടുക്കുന്നത്. ഏതൊരു കാര്യത്തിനും എന്താണ് പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് ആവശ്യമാണ്. പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് കിട്ടിയിട്ടില്ല എങ്കിൽ എന്താണ് നമ്മൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെയാണ് കാര്യങ്ങൾ പഠിക്കുക. അപ്പോൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ഫോളോ ചെയ്താലുള്ള കുഴപ്പം എന്താ? ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് ഒരുപാട് കൂടും. എങ്ങനെയാണ് കോസ്റ്റ് കൂടുന്നത് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ഫോളോ ചെയ്യുമ്പോൾ? ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് ഒരു മെഷീൻ യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ വർക്ക് ക്യാരി ഔട്ട് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ ആ മെഷീനെ കുറിച്ച് പ്രോപ്പറായിട്ടുള്ള ധാരണ നമുക്കില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അത് നമ്മൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ് ഫോളോ ചെയ്യുക. അതായത് നമ്മൾ യൂസ് ചെയ്ത് അത് പഠിക്കും. പക്ഷേ നമ്മൾ തന്നെ യൂസ് ചെയ്ത് പഠിക്കുമ്പോൾ എന്താണ് അവിടെ ഒരുപാട് ഡാമേജസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഡാമേജസ് കൂടുമ്പോൾ എന്ത് സംഭവിക്കുമ്പോൾ നമ്മളത് റിപ്പയർ ചെയ്യണം. റിപ്പയർ ചെയ്യുമ്പോൾ എന്ത് വേണം? കോസ്റ്റ് കൂടും. അപ്പോൾ ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അത് ലോസ് ആയിരിക്കും. നേരെ മറിച്ച് നമ്മളൊരു സെർട്ടൻ എമൗണ്ട് ട്രെയിനിങ്ങിന് വേണ്ടി മാറ്റി വയ്ക്കുകയാണെങ്കിൽ അത് അറ്റ് എ ടൈം എന്താണ് എംപ്ലോയീസിനും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും, സെയിം ടൈം ഓർഗനൈസേഷനും എന്താണ് ലോസ് കുറക്കാൻ പറ്റും. അതായത് ഇവിടെ എന്തുണ്ടാവില്ല, റിപ്പയർ വർക്കിനൊന്നും അധികം എമൗണ്ട് ചിലവാക്കേണ്ടി വരില്ല. So we can say that training is helpful in increasing the skills and knowledge of an employee and it leads to the effectiveness of organization. So now we can discuss about different objectives of training. First one is to enhance the knowledge of workers. So എങ്ങനെയാണ് ട്രെയിനിങ്ങിലൂടെ നോളജ് എൻഹാൻസ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു ട്രെയിനിങ്ങിലൂടെ എന്താണ് ഒരു എംപ്ലോയിയുടെ സ്കിൽസും നോളജും ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഇമ്പ്രൂവ് ചെയ്യുന്നത്? ആ ഒരു ഓർഗനൈസേഷനിൽ എന്തിനു വേണ്ടിയിട്ടാണോ അയാളെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത് ആ അപ്പോയിൻറ്റ് ചെയ്തതിൻ്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ചെയ്ത് തീർക്കാനാണ്. അപ്പോൾ അയാൾക്കൊരു പെർട്ടിക്കുലർ ജോബ് കൊടുത്തിട്ടുണ്ടാവും. ആ ജോബ് അയാൾ നല്ല രീതിയിൽ ചെയ്ത് തീർക്കണമെങ്കിൽ ആ ജോബിനെ കുറിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ള ധാരണ അയാൾക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ട്രെയിനിങ് ഹെൽപ്ഫുൾ ആവുന്നത്? ആ ജോബിനെ കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് നോളജ് ട്രെയിനിങ് ത്രൂ എന്ത് ചെയ്യും എംപ്ലോയീസിലേക്ക് എത്തുന്നതിന് ഹെൽപ്ഫുള്ളാണ്. Now we can discuss about the second objective. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് ആണ് ടു ഇമ്പാർട്ട് ന്യൂ സ്കിൽസ് എമംഗ് എംപ്ലോയീസ്. ഏതൊരു ഓർഗനൈസേഷനിലും ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് വാല്യുബിൾ ആയിട്ടുള്ള ഒരു അസെറ്റാണ്. അപ്പോൾ ഈ വാല്യുബിൾ ആയിട്ടുള്ള അസെറ്റ് നല്ല രീതിയിൽ വർക്ക് ചെയ്താൽ മാത്രമേ ഓർഗനൈസേഷനിൽ എന്തുണ്ടാവുള്ളൂ? പ്രോഫിറ്റ് ഓർ സക്സസ് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഏതൊരു ഓർഗനൈസേഷനിലും സക്സസ്ഫുള്ളായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ എംപ്ലോയീസിന് എന്ത് ചെയ്യണം? നല്ല സ്കിൽസ് ആവശ്യമാണ്. അതായത് ലീഡർഷിപ്പ് സ്കിൽസ്, ടീം ബിൽഡിംഗ് സ്കിൽസ്, മോട്ടിവേഷണൽ സ്കിൽസ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, അതുപോലെയുള്ള സ്കിൽസ് ആവശ്യമാണ്. അപ്പോൾ പ്രോപ്പറായിട്ട് ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സ്കിൽസ് പോളിഷ് ചെയ്തെടുക്കാൻ പറ്റും. അതായത് ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും, ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഒരു ഫ്രഷർ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ന്യൂലി അപ്പോയിൻറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആണെങ്കിൽ മേ ബി അയാൾക്ക് ഈ ഒരു സ്കിൽസൊക്കെ ഉണ്ടാവണം എന്നില്ല, ഓർ ഉണ്ടാവാം, അത് നല്ല രീതിയിൽ ഉണ്ടാവണം എന്നില്ല. അപ്പോൾ ട്രെയിനിങ് ത്രൂ എന്താണ് ഇതൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. എങ്ങനെ അവരുടെ സബോർഡിനേറ്റിനെ മോട്ടിവേറ്റ് ചെയ്തെടുക്കാം എന്നതിനെക്കുറിച്ചിട്ടൊക്കെ ധാരണ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവരുടെ എന്താണ് ഇമ്പ്രൂവ് ചെയ്യും. അവർ ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? അവരുടെ സബോർഡിനേറ്റ്സിലും ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കാണാൻ പറ്റും. അപ്പോൾ ട്രെയിനിങ് എന്ന് പറയുന്നത് നോളജ് മാത്രമല്ല സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാനും എന്താണ് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ മൂന്നാമത്തെ ഒബ്ജക്റ്റീവാണ് ടു ഹെൽപ്പ് ദി ന്യൂ എൻട്രൻസ്. അപ്പോൾ ന്യൂ എൻട്രൻസ് എന്ന് വെച്ചാൽ ആരാ? ഒരു ഓർഗനൈസേഷനിൽ അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ട പുതുതായിട്ടുള്ള എംപ്ലോയീസിനെയാണ് ന്യൂ എൻട്രൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂ എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവർക്ക് ഓർഗനൈസേഷനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ റൂൾസിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ ജോബിനെ കുറിച്ചിട്ടോ അവരുടെ ജോബ് ഡ്യൂട്ടീസിനെ കുറിച്ചിട്ടോ ഒന്നും തന്നെ എന്തില്ല അവയർനെസ് ഉണ്ടാവില്ല. അവരുടെ സുപ്പീരിയേഴ്സ് ആരാണ് അല്ലെങ്കിൽ അവരുടെ സബോർഡിനേറ്റ്സ് ആരാണ്, എന്താണ് ടൈമിംഗ് ഓഫ് ഓർഗനൈസേഷൻ, അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളെക്കുറിച്ചിട്ടും എന്തുണ്ടാവണമെന്നില്ല, ധാരണ ഉണ്ടാവണമെന്നില്ല.
അപ്പോൾ ഇങ്ങനെ ഒരു ധാരണയില്ലെങ്കിൽ അതെന്ത് ക്രിയേറ്റ് ചെയ്യും? കൺഫ്യൂഷൻസ്, ബയാസ്, ദെൻ ക്യൂരിയോസിറ്റി, ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ഒഴിവാക്കാം? പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് ത്രൂ എന്ത് ചെയ്യാം? ഒഴിവാക്കാം. അതായത് പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോപ്പറായിട്ടുള്ള എല്ലാ നോളജും ഓർഗനൈസേഷനെ കുറിച്ചാവട്ടെ, റൂൾസിനെ കുറിച്ചാവട്ടെ, അവരുടെ സുപ്പീരിയർ ആരാണെന്നറിയും, അവരുടെ സബോർഡിനേറ്റ് ആരാണെന്നറിയും, ആരോട് റിപ്പോർട്ട് ചെയ്യണം എന്നറിയും, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ധാരണയുണ്ടാവും. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ ഒബ്ജക്റ്റീവ്, ടു ഹെൽപ്പ് ദി ന്യൂ എൻട്രൻസ് ഓർ ന്യൂ എംപ്ലോയീസ് ദാറ്റ് ആർ കമ്മിങ് ഇൻ ടു ദി ഓർഗനൈസേഷൻ. അപ്പോൾ അടുത്ത ഒബ്ജക്റ്റീവാണ് ടു ചേഞ്ച് ദി ആറ്റിറ്റ്യൂഡ് ഓഫ് എംപ്ലോയീസ്. അതായത് ആറ്റിറ്റ്യൂഡ്, ആരോടൊക്കെയുള്ള ആറ്റിറ്റ്യൂഡാണ് ചേഞ്ച് വരുത്തേണ്ടത്? വിത്ത് ദി കോവർക്കേഴ്സ്, ദെൻ എംപ്ലോയേഴ്സ് ആൻഡ് ഓർഗനൈസേഷൻ. നമുക്കറിയാം ഏതൊരു ഓർഗനൈസേഷനും സ്മൂത്തായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഈ എല്ലാവരും തമ്മിൽ, അതായത് എംപ്ലോയീസ് ആവട്ടെ, കോവർക്കേഴ്സ് ആവട്ടെ, എംപ്ലോയേഴ്സ് ആവട്ടെ, അതുപോലെ തന്നെ ഓർഗനൈസേഷൻ കംപ്ലീറ്റ്ലി എന്തായിരിക്കണം? ഗുഡ് റിലേഷൻഷിപ്പിൽ പോകണം. ഗുഡ് റിലേഷൻഷിപ്പിൽ പോയാൽ മാത്രമേ ഏതൊരു വ്യക്തിക്കും അല്ലെങ്കിൽ ഏതൊരു എംപ്ലോയീസിനും അവിടെ സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ് ഉണ്ടാവത്തുള്ളൂ. അതായത് ഒരു എംപ്ലോയി എന്ത് കണ്ടിരിക്കണം? ആ ഓർഗനൈസേഷനെ അവരുടെ ഓർഗനൈസേഷനായിട്ട് കാണണം. അവരുടെ ഓർഗനൈസേഷന് പകരം എംപ്ലോയറിൻ്റെ ഓർഗനൈസേഷനായിട്ട് കാണുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? അവർ മച്ച് എഫേർട്ട് എടുക്കാതെ വരിക. സോ എന്തുകൊണ്ടാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ ചേഞ്ചസ് വരുത്തണം എന്ന് പറയുന്നത്? നമുക്കറിയാം നമ്മുടെ ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ അവിടെ ഒരുപാട് പീപ്പിൾസ് ഇൻവോൾവ് ആണ്. എംപ്ലോയേഴ്സ് ഇൻവോൾവ് ആണ്, കോവർക്കേഴ്സ് ഇൻവോൾവ് ആണ്, സുപ്പീരിയേഴ്സ് ഇൻവോൾവ് ആണ്, അങ്ങനെ ഒരുപാട് ലെവൽ ഓഫ് എംപ്ലോയീസ് ഇൻവോൾവ് ആണ് ആൻഡ് എംപ്ലോയേഴ്സ് ഇൻവോൾവ് ആണ്. അപ്പോൾ ഇവരോടൊക്കെ എന്ത് ചെയ്യണം? പ്രോപ്പറായിട്ട് ഡീൽ ചെയ്യാൻ പറ്റണം, പോസിറ്റീവായിട്ട് ഡീൽ ചെയ്യാൻ പറ്റണം. പോസിറ്റീവായിട്ട് ഡീൽ ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ എന്ത് വരാനുള്ള ചാൻസസ് കൂടുതലാണ്? ഗ്രീവൻസസ് അല്ലെങ്കിൽ തർക്കങ്ങൾ, കംപ്ലയിൻസ്, പരാതികൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ട്രെയിനിങ്ങിലൂടെ എന്താണ് നമുക്ക് എന്ത് ചെയ്യാം? എംപ്ലോയീസിനെ പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് മോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ 2 വർക്കേഴ്സ് ഉണ്ട്. ഒരാളുടെ പേര് റാം, ഒരാളുടെ പേര് സാം. അപ്പോൾ 2 പേരും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മെഷീൻ ബ്രേക്ക് ഡൗൺ ആയെന്ന് വിചാരിക്കുക. അപ്പോൾ റാം എന്ത് ചെയ്തു? ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ളൊരു മെഷീൻ ഉണ്ട്, അത് ത്രൂ പ്രൊഡക്ഷൻ എന്ത് ചെയ്തു? കണ്ടിന്യൂ ചെയ്തു. ബട്ട് സാം എന്ത് ചെയ്തു? ഈ ഒരു മെഷീൻ ബ്രേക്ക് ഡൗൺ ആയതുകൊണ്ട് എന്ത് ചെയ്തു? ആ ഒരു മെഷീനിന് റീപ്ലേസ് ചെയ്യുന്നത് വരെ പ്രൊഡക്ഷൻ ചെയ്യാതെ അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. അതായത് പ്രൊഡക്ഷൻ നിർത്തിവെച്ചു. അപ്പോൾ നമുക്കിത് അനലൈസ് ചെയ്താൽ മനസ്സിലാവും ആരുടെയാണ് പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ്. പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് റാമിൻ്റെയാണ്. കാരണം റാമിന് എന്തുണ്ട്? ഈ പറഞ്ഞ മെഷീൻ ഈവൻ കേടായാൽ പോലും എന്ത് ചെയ്യുന്ന? ഓൾട്ടർനേറ്റീവായിട്ടുള്ളൊരു മെഷീൻ നോക്കി പ്രൊഡക്ഷൻ നിന്ന് പോവാതെ സ്മൂത്തായിട്ട് വീണ്ടും ക്യാരി ഔട്ട് ചെയ്യുന്ന. അപ്പോൾ അതെന്താണ് കാണിക്കുന്നത്? ഓർഗനൈസേഷനോടുള്ള പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ് കാണിക്കുന്നത്. നേരെ മറിച്ച് സാം എന്താണ് ചെയ്യുന്നത്? ഒരു ചാൻസ് കിട്ടിയപ്പോൾ എന്ത് ചെയ്യുന്നു? മെഷീൻ ബ്രേക്ക് ഡൗൺ ആയെന്ന് കണ്ടപ്പോൾ അയാൾ എന്ത് ചെയ്തു? വർക്ക് ചെയ്യാതെ മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അയാളുടെ അപ്രോച്ച് എന്താണ്? നെഗറ്റീവ് അപ്രോച്ച് ടുവേർഡ്സ് ദി ഓർഗനൈസേഷനാണ്. അപ്പോൾ ട്രെയിനിങ് ത്രൂ എന്തിന് ഹെൽപ്ഫുൾ ആണെന്നാണ് പറയുന്നത്? ഓർഗനൈസേഷനോട് അല്ലെങ്കിൽ കോവർക്കേഴ്സിനോട് അല്ലെങ്കിൽ എംപ്ലോയേഴ്സിനോട് ഉള്ള ആ ഒരു ആറ്റിറ്റ്യൂഡിനൽ ചേഞ്ചസ് ഉണ്ടാക്കുന്നതിന് ഹെൽപ്ഫുൾ ആണെന്നാണ് പറയുന്നത്. അടുത്ത ഒബ്ജക്റ്റീവാണ് ടു ഫങ്ഷൻ എഫക്റ്റീവ്ലി ഇൻ എക്സിസ്റ്റിംഗ് പൊസിഷൻസ്. സോ ട്രെയിനിങ്ങിൻ്റെ ബേസിക് പർപ്പസ് എന്താണ്? ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഇത് എംപ്ലോയീസിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ജോബ് നല്ല രീതിയിൽ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ആ ജോബിനെ കുറിച്ചിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള ഇൻഫർമേഷൻ അറിഞ്ഞിരിക്കണം. അതിൻ്റെ ഡ്യൂട്ടീസ് എന്താണ്, അതിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്താണ്, അതിൻ്റെ ടൈമിങ്സ് എന്താണ്, ആരോട് റിപ്പോർട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ള ധാരണ എന്ത് ചെയ്യണം? എംപ്ലോയീസിൻ്റെ ഇടയിൽ വേണം. എന്നാലേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വർക്ക് പ്രോപ്പറായിട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊരു ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. അതായത് ടു ഹെൽപ്പ് ദി എംപ്ലോയീസ് ടു ഫങ്ഷൻ മോർ എഫക്റ്റീവ്ലി ഇൻ ദെയർ എക്സിസ്റ്റിംഗ് പൊസിഷൻ. അവർക്കിപ്പോൾ പുതുതായിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ് അവരുടെ ഏരിയ ഓഫ് വർക്കിൽ വന്നു. അപ്പോൾ എന്ത് ചെയ്യണം? അവർക്ക് അപ്ഡേഷൻസ് കൊടുക്കണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ അപ്ഡേഷൻസ് വെച്ചിട്ട് അവർക്ക് ഇമ്പ്രൂവ്ഡ് ആയിട്ട് അല്ലെങ്കിൽ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പുതിയൊരു അപ്ഡേഷനെ കുറിച്ചിട്ട് അവർക്ക് ധാരണയില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? അവർക്ക് അതിനനുസരിച്ചിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. ഈവൺ ഓർഗനൈസേഷനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ബട്ട് ആ ഒരു ഇൻഫർമേഷൻ എംപ്ലോയീസിലും കൂടി എത്തിച്ചേർന്നാൽ മാത്രമേ അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എംപ്ലോയീസിന് അവരുടെ എക്സിസ്റ്റിംഗ് പൊസിഷൻ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ നെക്സ്റ്റ് ഒബ്ജക്റ്റീവാണ് ടു ഇംപ്രൂവ് ദി ഓവറോൾ പെർഫോമൻസ് ഓഫ് ദി ഓർഗനൈസേഷൻ. അപ്പോൾ ഏതൊരു ഓർഗനൈസേഷനും ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് എന്തായിരിക്കും?
അവരുടെ ഓർഗനൈസേഷൻ പ്രോഫിറ്റബിൾ ആക്കുക അല്ലെങ്കിൽ അവരുടെ ഓർഗനൈസേഷൻ്റെ പെർഫോമൻസ് കൂട്ടുക എന്നുള്ളതായിരിക്കും. അപ്പോൾ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് എന്താ? വർക്കേഴ്സിൻ്റെ നോളജ് അല്ലെങ്കിൽ സ്കിൽസ് ഇംപ്രൂവ് ചെയ്ത വഴി എന്ത് ചെയ്യാം? ഓട്ടോമാറ്റിക്കലി ഓർഗനൈസേഷനെ ഇംപ്രൂവ് ചെയ്യാം. അതാണ് ട്രെയിനിങ്ങിൻ്റെ മറ്റൊരു ഒബ്ജക്റ്റീവ്. നെക്സ്റ്റ് വൺ ആണ് ടു ഹെൽപ്പ് ഇൻ ഹാൻഡ്ലിങ് മെഷീൻസ്, മെറ്റീരിയൽസ്, എക്യുപ്മെൻറ്റ്. സോ ഏതൊരു ഓർഗനൈസേഷനിലും എന്തുണ്ടാവാം? മെഷീൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ മെറ്റീരിയൽസ് ഉണ്ടാവും, എക്യുപ്മെൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു എക്യുപ്മെൻറ്റ്സ് എങ്ങനെ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു മെഷീൻസ് എങ്ങനെ റൺ ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു മെറ്റീരിയൽസ് ഏതിൻ്റെ പ്രൊഡക്ഷന് ആവശ്യമാണ് എന്നിങ്ങനെ വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ അത് മിസ്യൂസ് ചെയ്യപ്പെട്ടേക്കാം. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മെഷീൻസിനെ സംബന്ധിച്ചിടത്തോളം പ്രോപ്പറായിട്ട് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് അറിയില്ലെങ്കിൽ അതെന്ത് ചെയ്യും? പെട്ടെന്ന് ഡാമേജ്ഡ് ആവും. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടൊക്കെ എന്ത് ചെയ്യണം? എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഓർഗനൈസേഷന് ബിഗ് ലോസ് ഉണ്ടാവും. അത് എന്താ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ട്രെയിനിങ് എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? എംപ്ലോയീസിന് കൊടുത്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് ഒബ്ജക്റ്റീവാണ് ടു റെഡ്യൂസ് ദി ആക്സിഡൻസ്. അപ്പോൾ ആക്സിഡൻസ് എങ്ങനെയാണ് ഈ ട്രെയിനിങ് ത്രൂ കുറയ്ക്കാൻ പറ്റുന്നത്? ഇപ്പോൾ നമുക്കറിയാം ഓരോ മെഷീനിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മെയിൻ്റനൻസ് പീരീഡ് ഉണ്ടാവും. മെയിൻ്റനൻസ് പീരീഡ് കഴിഞ്ഞിട്ട് നമ്മളത് വീണ്ടും യൂസ് ചെയ്യുകയാണെങ്കിൽ, അതായത് മെയിൻ്റനൻസ് ചെയ്യാതെ യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്തുണ്ട്? ആക്സിഡൻസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു വ്യക്തിക്ക് മെഷീൻ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള പ്രോപ്പറായിട്ടുള്ള ഇൻഫർമേഷൻ ഇല്ല എങ്കിൽ അവിടെ എന്തുണ്ടാവും? ഈ പറഞ്ഞ ആക്സിഡൻസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ട്രെയിനിങ് എന്തിന് ഹെൽപ്ഫുൾ ആണെന്ന് പറയാം? നമുക്ക് ഈ പറഞ്ഞ ആക്സിഡൻസ് ഒഴിവാക്കാനുള്ള സേഫ്റ്റി മെഷേഴ്സ് എടുക്കുന്നതിനും എല്ലാത്തിനും ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ട്രെയിനിങ്ങിൻ്റെ മറ്റൊരു ഒബ്ജക്റ്റീവാണ് ആക്സിഡൻസ് കുറക്കുക എന്നുള്ളത്. നെക്സ്റ്റ് വൺ ഈസ് ടു ഡെവലപ്പ് ഹയർ സ്കിൽസ് എമംഗ് എംപ്ലോയീസ്. അപ്പോൾ ലാസ്റ്റ് ഒബ്ജക്റ്റീവ് വിച്ച് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഈസ് ടു ഡെവലപ്പ് ഹയർ സ്കിൽസ് എമംഗ് എംപ്ലോയീസ്. അപ്പോൾ ട്രെയിനിങ് എന്ന് പറയുന്നത് എന്താണ്? ഹയർ സ്കിൽസ് എംപ്ലോയീസിൻ്റെ ഇടയിലേക്ക് ഇമ്പാർട്ട് ചെയ്യുന്നതിനും ട്രെയിനിങ് എന്താണ്? ഹെൽപ്ഫുള്ളാണെന്നാണ് പറയുന്നത്. ഒരു ഓർഗനൈസേഷനിൽ തന്നെ പ്രൊമോഷണൽ ഓപ്പർച്യൂണിറ്റീസ് നോക്കി നിൽക്കുന്ന എംപ്ലോയീസ് ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ആ ഒരു ഹയർ സ്കിൽസ് ഇമ്പാർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവർ ഡെവലപ്ഡ് ആവും. അവർ ഡെവലപ്ഡ് ആകുമ്പോൾ അൾട്ടിമേറ്റ് ഏതിനാണ് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ സക്സസ് ഉണ്ടാവുന്നത്? ഒരു ഓർഗനൈസേഷന് തന്നെയാണ് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ട്രെയിനിങ് എന്ന് പറയുന്നത് ജസ്റ്റ് അവരുടെ ഏരിയ ഓഫ് ജോബിൽ മാത്രമല്ല കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, പുതുതായിട്ട് വരുന്ന അപ്ഡേഷൻസ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൽസ് ജസ്റ്റ് ഒന്നുകൂടെ ഇംപ്രൂവ് ചെയ്യുന്നതിന് ഹെൽപ്ഫുള്ളാണ്. സോ ദീസ് ആർ ദി ഡിഫറെൻറ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ട്രെയിനിങ്. Hope you have understood the concept.